രാവിലെ കുച്ചിപ്പുടിയാ കഥകളിയാ ഭരതനാട്യം എന്തോ നീ പോയില്ലേ? പോയില്ലേ? ഞാൻ പൊക്കോളാം. ഇതൊന്ന് കഥകളി കാണിക്കണം, എക്സസൈസാ. എന്താണ് എൻ്റെ പൊന്നളിയന്? ചിരിക്കണെന്ത്? അല്ല, എന്നെ ഇനി ഒരു ആവശ്യത്തിന് വിളിക്കുകയെന്നൊക്കെ ഇന്നലെ ഭയങ്കര വായിൽ നീ പറയണ. ആവശ്യമല്ല, ഇതങ്ങ് എടുത്തുന്ന. എന്ത് വലിയ ആവശ്യമൊന്നുമില്ല, ഇതൊന്നും എടുത്താ. എന്തോ ഈ പത്രം ഒന്ന് എടുത്തരാ. പത്രം എവിടെ? പത്രം എവിടെ? ഇത് കളിയാക്കുന്നാടാ നീ ഇതെന്തോ പറയണത്? ചുമ്മാ ഇത് എവിടെ? അത് എത്ര നേരം വിളിക്കുന്നേ? ഞാൻ ഈ മിക്സിയില് കറിക്ക് അരച്ചോണ്ടിരിക്കായിരുന്നു, കേട്ടില്ല. നീ ഇത് ഇവിടെ കാണുന്നുണ്ട്, തറയിലെല്ലാം കാണുന്നുണ്ടോ? പത്രം എന്റെ ഓടൊപ്പം തന്നെ ഇത് കാണാൻ വയ്യ. ഞാൻ എടുത്തു തന്നാ പോരെ? കണ്ടില്ലേ? ഇതിപ്പോ എന്താ പ്രശ്നം? ഒന്നുമില്ല എന്റെ കർത്താവേ. പത്രം ഇവിടെ കിടന്നത് എടുത്തരാൻ പറഞ്ഞിട്ട് അവന് കേൾക്കാൻ വയ്യ. അവന്റെ നാട് ഓടിഞ്ഞെങ്കിലും എന്താ അഹങ്കാരം ഓടിഞ്ഞിട്ടില്ല. ക്ലീറ്റ് അവന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി വന്നാണ്. എങ്ങ് വന്നേ ക്ലീറ്റ്? എന്നെ അവൻ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ല വലിഞ്ഞു കയറി വന്നതല്ല. ക്ലീറ്റ് വെച്ചിട്ടും പോയിക്കോ. ഞാൻ പൊക്കോളാം. നീ എന്റെ പുന്നാര അളിയനെ അപ്പടെ ഒരെണ്ണം എനിക്ക് ഉള്ളൂ. തട്ടാതെ മുട്ടാതെ വക്ക പൊട്ടാതെ കൊണ്ടുപോ. കുറവില്ലെങ്കിൽ എവിടെയെങ്കിലും പോകാടാ തിരുമിക്കാൻ. എന്റെ തിരുമൽ ദേവ. ഓ പിന്നെ ഭയങ്കര ചൊറിച്ചിലാണല്ലോ. ഇങ്ങനെയുണ്ടോ കർത്താവേ? ഇതുപോലൊരു അഹങ്കാരിയെ ഞാൻ ലോകത്തുണ്ടല്ലോ. പൊടി ഓ കുത്തിയിട്ട് പിന്നെ വീട് കളിക്കണത് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിനക്ക് ദേഷ്യം വരും. അയ്യോ നീ എന്നെ ഇരുത്തണ്ട. അല്ല, നിങ്ങൾ എന്തിനാ ഇത്ര മാത്രം കിടന്ന് കാണിക്കാൻ? നിങ്ങൾ അവൻ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? എന്താ സംഭവിച്ചത്? എന്താ കുറ്റാക്കൂരിട്ട് മുന്നില് കത്തിയായിട്ട് കള്ളൻ, പിന്നെന്ത് ചെയ്യും? തന്നെ തന്നെ തന്നെ. എന്നിട്ട് കള്ളൻ അങ്ങനെ കത്തിയുമായിട്ട് നിൽക്കുന്നു. SI ഉൾപ്പെടെ ബാക്കിയുള്ള പോലീസുകാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. വീരശൂര പരാക്രമിയായ നിന്റെ ആങ്ങളെ ഓടുന്നു. കള്ളൻ്റെ പറയാം, കള്ളൻ പ്രാണരക്ഷാർത്ഥം ഓടുന്ന വഴിക്ക് നിന്റെ ആങ്ങളെ ഏതോ കല്ലിൽ തട്ടി താഴെ വീണു നടുവിളിക്കും. അത്രേ ഉള്ളൂ. എന്നാൽ ഈ കഥ നിന്നെ പോലെയുള്ള പൊട്ടകൾ വിശ്വസിക്കും. സത്യത്തിൽ സംഭവിച്ച എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്റെ ആങ്ങളെ ഈ കത്തിയായിട്ട് നിന്ന് കള്ളന്റെ പുറകെ ലാത്തിയായിട്ട് വലിയ ആളായിട്ട് ഓടി ഏതോ ഇരുട്ട് വാഗന് കൊണ്ടുപോയി കള്ളൻ നേരെ ഇങ്ങോട്ട് തൂക്കി പിടിച്ചെടുത്ത് അവന്റെ തടക്കം പുറകെ ഇടിച്ച് ചമ്മന്തി പരുവാക്കി. അങ്ങനെയാണ് നടു ഒടിഞ്ഞത്. ഭയങ്കര കഥയായി പോയി. നിങ്ങളെ പോലെ വല്ലവന്റെ അടി മേടിച്ചിട്ട് വരുന്ന ആളല്ല എന്റെ ആങ്ങള. അയ്യോ ഞാൻ എപ്പ അടി മേടിച്ചെന്നടി? അയ്യോ അതൊന്നും ഓർമ്മ കാണൂല പുണ്യാത്മാവിന്. രണ്ടൂന്നെണ്ണമൊക്കെ ആണെങ്കിലേ ഓർക്കാൻ പറ്റുള്ളൂ. ഇത് കൊറേ ആയില്ലേ? ഇനിയിപ്പോ ഞാൻ അങ്ങനെ മേടിച്ചെങ്കിലും ഞാനൊരു പൊതുജന സേവകൻ. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി 2 അടി മേടിച്ചു, അത്രയും കരുതിയാ മതി. അന്ന് അവനൊരു ഉദ്യോഗത്തിലിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ അവന്റെ ജോലിയിൽ സംഭവം. ഉദ്യോഗാർത്ഥിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ പണി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു. എന്ത് തെമ്മാടിത്തരം അറിയാം? എന്ത് തെമ്മാടിത്തരം കാണിച്ചു? ഞങ്ങൾ DDT പാർട്ടിക്കാര് ആ കനാലിന്റെ അവിടെ ഒരു കൊടി ഉയർത്താൻ പോയപ്പോ RDP കാരന്മാർ അവിടെ വന്ന് പ്രശ്നമായപ്പോ ഇവന്റെ പോലീസുകാരും കൂടെ വന്ന് ഞങ്ങൾ DDT പാർട്ടിക്കാരെ മാത്രം അടിച്ചോടിച്ചു. RDP കാരെ ഒന്നുമില്ല, വിരട്ടി അവന്റെ മച്ചമ്പേരുണ്ടല്ലോ. റോട്ടിൽ നിന്ന് തമ്മിത്തല്ല് കൂടിയ പിന്നെ പോലീസുകാരെ പിടിച്ച് ഉമ്മ വെക്കും. തമ്മിത്തല്ലാണെങ്കിൽ 2 പേരും അടിക്കണം. അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ അൻസാറിനെ ഇവനെയൊക്കെ നോക്കി വെച്ച് മർദ്ദിക്കാതെ നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ലല്ലോ. എന്നെ അടിക്കാൻ വരട്ടെ. എങ്കിൽ ആ കാസർഗോഡ് ഇരുന്ന് അവൻ ലില്ലിയുടെ അടുത്ത് പറയാം, ലില്ലി എന്റെ തൊപ്പിയും ചെടുത്താന്ന്. പിന്നെ വരട്ടെ. ദൈവം അവന്റെ കൂടെ ഒന്നുമല്ല. നീ നോക്കിക്കോ. ഞങ്ങൾ ഈ സമ്മതിക്കാത്ത ഈ സ്ഥലത്ത് പോലീസിന്റെ അനുവാദത്തോടു കൂടി തന്നെ ഞങ്ങൾ അവിടെ കൊടിമരം വെക്കും, കൊടി ഉയർത്തുകയും ചെയ്യും.